ഉയർന്ന വിദ്യാഭ്യാസം നേടിയ സമൂഹത്തിൽ മാന്യനായി ജീവിച്ച ഒരു ഡോക്ടർ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് തന്റെ വീട്ടിൽ വർഷങ്ങളായി ജോലിക്കാരിയായി നിന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. സംഭവം നടന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്തും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നും അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്റെ വിവേകത്തെ എത്രത്തോളം ഇരുട്ടിലാക്കുന്നു എന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. അറിവും വിദ്യാഭ്യാസവും മനുഷ്യനെ കൂടുതൽ വിവേകമുള്ളവനാക്കും, തെറ്റും ശരിയും തിരിച്ചറിയാൻ സഹായിക്കും എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. വലിയ ബിരുദങ്ങളും ഉയർന്ന സാമൂഹിക പദവികളും ഉള്ളവരെ സമൂഹം എപ്പോഴും ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. എന്നാൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന സംഭവം നമ്മുടെ ഈ പൊതുബോധത്തെ പാടെ തകിടം മറിക്കുന്നതാണ്. ഈ മാസം 18-ാം തീയതി ഡൽഹിയിലെ പ്രമുഖർ താമസിക്കുന്ന മൗണ്ട് കൈലാഷ് എന്ന പ്രദേശത്താണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. 50 വയസ്സുകാരനായ ഡോക്ടർ മനീഷ് ഗുപ്ത എന്ന പ്രശസ്തനായ ഡെർമറ്റോളജിസ്റ്റാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ. തന്റെ വീട്ടിൽ കഴിഞ്ഞ 10-12 വർഷങ്ങളായി വിശ്വസ്തയോടെ ജോലി ചെയ്തിരുന്ന കൊൽക്കത്ത സ്വദേശിയായ മീന ഹൽദാർ എന്ന 50-കാരിയായ വീട്ടുജോലിക്കാരിയെയാണ് ഈ ഡോക്ടർ അപ്പാർട്ട്മെന്റിന്റെ ടെറസിൽ വച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ ദാരുണമായ സംഭവം നടക്കുമ്പോൾ ഡോക്ടറുടെ കൗമാരക്കാരനായ മകൻ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നത് ക്രൂരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കൊലപാതകത്തിന് ശേഷം പോലീസിന്റെ കസ്റ്റഡിയിലായ ഡോക്ടർ യാതൊരുവിധ പശ്ചാത്താപവുമില്ലാതെ എന്നെ തൂക്കിക്കൊള്ളൂ എന്ന് മാത്രമാണ് വിളിച്ചു പറഞ്ഞത്. ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം പോലീസിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. മീന തന്റെ വീട്ടിൽ വരുന്നത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുവെന്നും ഇത് തന്റെ മകന്റെ പഠനത്തെ ബാധിക്കുന്നുവെന്നുമാണ് ഡോക്ടർ വിശ്വസിച്ചിരുന്നത്. അതിനാൽ തന്നെ മീനയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ വീട്ടുകാരോട് സമ്മർദ്ദം ചെലുത്തി. എന്നാൽ പല വർഷങ്ങളായി വിശ്വസ്തയായ ജോലിക്കാരിയായിരുന്ന മീനയെ ഒഴിവാക്കാൻ വീട്ടുകാർ തയ്യാറായില്ല. അതിനാലാണ് ഡോക്ടർ മനീഷ് ഗുപ്ത ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഹേമന്ത് തിവാരി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ദീർഘകാലമായി ഡോക്ടറുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന വിശ്വസ്തയായ ജീവനക്കാരിയായിരുന്നു മീന. കൊലപാതക വിവരം അറിഞ്ഞ് പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മീനയുടെ മൃതദേഹത്തിനരികിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഡോക്ടർ മനീഷ് ഗുപ്ത ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് മീനയുടെ തലക്കടിക്കുകയും പിന്നീട് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഒന്നിലധികം തവണ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്താണ് മീനയുടെ മരണം ഉറപ്പാക്കിയത് എന്ന് ഡോക്ടർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ കാരണം കേട്ടപ്പോഴാണ് പോലീസ് ശരിക്കും ഞെട്ടിയത്. വീട്ടുവേലക്കാരിയുടെ നെഗറ്റീവ് എനർജി കൊണ്ട് മകൻ പഠനത്തിൽ പിന്നോക്കം പോകുന്നു എന്നൊക്കെ ഒരു ഡോക്ടർ വിശ്വസിക്കുന്നത് പോലീസിനെ അമ്പരപ്പിച്ചു. ഒരു മെഡിക്കൽ ബിരുദധാരിയായ മനുഷ്യൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമയായ ഒരു ജീവൻ എടുത്തു എന്നത് ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം തന്നെയാണ്. പോലീസ് നൽകുന്ന കൃത്യമായ വിവരങ്ങൾ അനുസരിച്ച് ഡോക്ടർ മനീഷ് ഗുപ്ത തന്റെ ഭാര്യയും ഡോക്ടറുമായ ടീന ഗുപ്തയ്ക്കും മകനുമൊപ്പമാണ് ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. സംഭവ ദിവസം രാവിലെ 10:30 ഭാര്യ ടീന അവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷമാണ് മീന ഫ്ളാറ്റിലേക്ക് വരുന്നത്. തന്റെ പതിവ് ജോലികളെല്ലാം തീർത്തതിനു ശേഷം അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കാനായി മീന ടെറസിലേക്ക് പോയി. ഈ സമയം വസ്ത്രങ്ങൾക്കിടയിലൂടെ പതിയെ നടന്നു ചെന്ന ഡോക്ടർ താൻ നേരത്തെ കരുതി വെച്ചിരുന്ന ക്രിക്കറ്റ് ബാറ്റും കത്തിയുമായി മീനയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ചോര പുരണ്ട ആയുധങ്ങൾ ഗോവണിപ്പടിക്കരികിൽ ഉപേക്ഷിച്ച് അയാൾ ഫ്ളാറ്റിലേക്ക് മടങ്ങിപ്പോയി. തൊട്ടടുത്ത കെട്ടിടത്തിലെ താമസക്കാരനായ ഒരാളാണ് ടെറസിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം കണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. മീനയുടെ മകൻ റോബിൻ കണ്ണീരോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ അമ്മ വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്താണ് ഞങ്ങളുടെ കുടുംബം നോക്കിയത്. അവർ ആരോട് എന്ത് ദ്രോഹം ചെയ്യാനാണ്? അമ്മയെ കൊന്നിട്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അന്ധവിശ്വാസത്തിന്റെ ഇരയായി ജീവൻ പൊലിഞ്ഞ ഒരു സ്ത്രീയുടെ മകന്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ സമൂഹത്തിനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു സംഭവം കേവലം ഒറ്റപ്പെട്ട ഒന്നല്ല. ഇന്ത്യയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ അന്ധവിശ്വാസങ്ങളുടെയും ബ്ലാക്ക് മാജിക്കിന്റെയും പേരിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്ന സംഭവം ഇതാദ്യമായല്ല നമ്മൾ കേൾക്കുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ശാസ്ത്രവും വിവേകവും മറന്ന് അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോയ പ്രബുദ്ധരായ മനുഷ്യരുടെ ക്രൂരതകൾ രാജ്യം കണ്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ നടന്ന ഇരട്ട കൊലപാതകം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. അവിടെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള കോളേജ് പ്രൊഫസർമാരും പ്രിൻസിപ്പലുമൊക്കെ ആയിരുന്ന പത്മജ പുരുഷോത്തം നായിഡു എന്നീ ദമ്പതികൾ തങ്ങളുടെ സ്വന്തം മക്കളായ അലക്കിയെയും സായി ദിവ്യയെയും അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. തങ്ങളുടെ മക്കൾക്ക് പുനർജന്മം ഉണ്ടാകുമെന്നും കലിയുഗം അവസാനിച്ച് സത്യയുഗം പിറക്കാൻ പോകുന്നുവെന്നും എന്നൊക്കെയുള്ള അന്ധമായ വിശ്വാസമാണ് ഈ മാതാപിതാക്കളെ ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് അക്കാദമിക് വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ വിശ്വാസങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്നതിനുള്ള മികച്ച ഉദാഹരണങ്ങളാണ് ഈ സംഭവങ്ങൾ. മറ്റൊരു സമാനമായ സംഭവം മഹാരാഷ്ട്രയിൽ നടന്നതാണ്. ഒരു പ്രമുഖ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്റെ ബിസിനസ്സിലെ തകർച്ചകൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും വേണ്ടി അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുകയും
തുടർന്ന് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവവും ഇത്തരത്തിലുള്ളതായിരുന്നു. ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം നെഗറ്റീവ് എനർജിയോ ശാപങ്ങളോ ആണെന്നൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വിവേകത്തിന്റെ വാതിലുകളാണ് അടയുന്നത്. പണവും പദവിയും കൂടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും ശാസ്ത്രബോധത്തിന്റെ അഭാവവുമാണ് ഇത്തരം ആളുകളെ പെട്ടെന്ന് അന്ധവിശ്വാസങ്ങളുടെ ചതുപ്പിലേക്ക് നയിക്കുന്നത്. ഈ ക്രൂരകൃത്യങ്ങൾ നമ്മളോട് പറയുന്നത് വളരെ വലിയൊരു സത്യമാണ്. വിദ്യാലയങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും നേടുന്ന ബിരുദങ്ങൾ മനുഷ്യന് മാനവികതയോ വിവേകമോ നൽകുന്നില്ല. മതബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ എല്ലാ മത നേതൃത്വങ്ങളും ഒരേപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു വീട്ടുജോലിക്കാരിയായ സ്ത്രീ തന്റെ മകന്റെ പഠനത്തെ ബാധിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഒരു ഡോക്ടർക്ക് കഴിഞ്ഞുവെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കിയാൽ പോലും മനുഷ്യന്റെ ഉള്ളിലെ ഭയത്തെയും സ്വാർത്ഥതയെയും ചൂഷണം ചെയ്യുന്ന ചിന്തകൾ, അതായത് അന്ധവിശ്വാസങ്ങൾ, ഇല്ലാതാകുന്നില്ല. അന്ധവിശ്വാസങ്ങളുടെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഉതകുന്ന ശാസ്ത്രബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക മാത്രമാണ് ഏക പോംവഴി. മതമാണ് പ്രശ്നം എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന രാഷ്ട്രീയ നേതാക്കളും ക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ വിജയമായി പ്രഖ്യാപിക്കുന്ന ഭരണകൂടവുമൊക്കെയുള്ള ഒരു രാജ്യത്ത് ശാസ്ത്രാവബോധമുള്ള സ്വതന്ത്ര ചിന്തയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്.